ഫ്രണ്ട്സ് ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനേഷാണ്, സുനേഷ് നിലമ്പൂരാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് വിലയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിലമ്പൂരാണ്, നമ്മുടെ സ്ഥലം നിലമ്പൂരാണ്, ഗോൾഡൻ വുഡാണ് നമ്മളെ ഫർണിച്ചറിൻ്റെ പേര്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റിപ്പുറത്തുള്ള മധുസാറിന് നമ്മളൊരു സോഫ കമ്പും പിന്നെ അതേമാതിരി ഒരു സിറ്റ് ഔട്ട് ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ സിറ്റ് ഔട്ട് ബെഞ്ചാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന്. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പം മധുവേട്ടൻ പുറത്താണ്, ഗൾഫിൽ നിന്ന് നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നമ്മളെ വിളിച്ചിട്ട് ഓർഡർ തന്നിട്ടുള്ളത് മധുവേട്ടൻ. അപ്പോൾ മധുവേട്ടന് വീട്ടിൽ കൊണ്ടിട്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത ഓർഡർ വീണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോണേന് മുന്നേ തന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും, അതായത് എന്ത് ഓർഡർ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് വീട്ടിൽ എന്ത് സാധനം ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളി. എൻ്റെ റേറ്റ് ചോദിച്ചോളൂ. റേറ്റ് ചോദിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓർഡർ തരണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം ഉണ്ടെങ്കിൽ മാത്രം ഓർഡർ തന്നാൽ മതി. പിന്നെ അതേപോലെ തന്നെ നമ്മളെ റേറ്റും പിന്നെ അതേമാതിരി ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന റേറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. പിന്നെ നല്ല സാധനമായിരിക്കും ഞാൻ കൊണ്ട് തരുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് സിറ്റ് ഔട്ട് ബെഞ്ച് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വണ്ണുള്ള മരത്തുമെന്നാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. തളിരുമെന്ന് വെട്ടിയെടുക്കലാണ് കേട്ടോ. 3 ഇഞ്ചാണ് ഇത് തളിര്. 3 ഇഞ്ച് തളിരുമെന്ന് ഇതിങ്ങനെ വെട്ടിയെടുക്കാറാണ്. പിന്നെ അതേമാതിരി തന്നെ ഇത് കുറച്ച് കട്ടിയും കനത്തിലുമാണ്. ഫുൾ കാതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. നിലമ്പൂർ തേക്കിലാണ് കേട്ടോ, കൂപ്പ് തേക്കല്ല. പക്ഷേ നിലമ്പൂർ തേക്ക് കൂപ്പത്തെ തേക്ക് മാറി നിൽക്കും. അത്രയ്ക്ക് നല്ല ഫിനിഷിങ്ങുള്ള തേക്കായിരുന്നു നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അടിപൊളി തേക്കാണ്. പിന്നെ അതായത് ഫുൾ കാതലാണ്. പോളിഷ് ചെയ്യണതിന് മുന്നേ ഇത് കാണിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് പറഞ്ഞ കാര്യമായിരുന്നു കേട്ടോ. ഇതിൻ്റെ പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം സാധനം അടിപൊളിയായിട്ടുണ്ട്. അതായത് ലാസ്റ്റ് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മൾ പുറത്തിട്ട് വീഡിയോ എടുക്കുന്നത്. അവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സെറ്റപ്പ് ഉണ്ടോ എന്നുള്ള അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഷെഡിൽ നിന്ന് തന്നെ നമ്മൾ വീഡിയോ എടുത്തത്. ഇതിൻ്റെ സീറ്റിനും വളവുണ്ട്, ഇതിൻ്റെ ചാരിനും വളവുണ്ട്. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ ഇതിൽ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വീതി വരുന്നത് 5 അടി ഉള്ളാണ് കേട്ടോ വീതി വരുന്നത്. ഇത് 5 അടിയിലും 4 അടിയിലും പിന്നെ അതേപോലെ തന്നെ 6 അടിയിലൊക്കെ ഇത് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിൽ എത്രയാണോ സ്പേസ് അതിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുക കേട്ടോ ഇത് സാധനം. അപ്പോൾ 5 അടി ആണെന്നുണ്ടെങ്കിൽ 3 ആൾക്ക് സുഖമായിട്ടിരിക്കുക, 4 അടി ആണെങ്കിൽ 2 ആൾക്ക് സുഖമായിട്ടിരിക്കുക, 6 അടി ആണെന്നുണ്ടെങ്കിൽ 4 ആൾക്കും ഇരിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ അളവ് വരുന്നത്. സിറ്റ് ഔട്ട് ബെഞ്ച് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിൽ വരണം. പിന്നെ അതേമാതിരി ഇതേ മോഡൽ സിറ്റ് ഔട്ട് ബെഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് ചിലവ് കൂടണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തളിരുമെന്ന് വെട്ടിയെടുക്കണതാണ്. അതായത് 3 ഇഞ്ചിൻ്റെ തളിര് നല്ലോണം വേണം, അതുമെന്ന് വെട്ടിയെടുക്കണതാണ്. അപ്പോൾ മരം കണ്ടമാനം ഇതിന് വരുന്നുണ്ട്, കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ട് ബെഞ്ച് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേമാതിരി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് എല്ലാവരും ഒന്ന് ഒപ്പം കൂടിക്കോളി. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ബൈ.